Okay, the first question. What happens when red blood corpuscles, that means RBC, are placed in 0.5% NaCl solution and 1% NaCl solution? Okay, അപ്പോൾ RBC എടുത്ത് 0.5 NaCl സൊല്യൂഷനിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ 1% NaCl സൊല്യൂഷനിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടായിരുന്നു നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുൻപ് നമുക്കറിയണം നമ്മുടെ ബോഡി കണ്ടീഷൻ എന്ന് പറയുന്നത്. എൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്രയായിരുന്നു? 0.9% സലൈൻ കണ്ടീഷനാണ് നമ്മുടെ ബോഡി കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ RBC എന്ന് പറയുന്നതും 0.9% ആ റേഞ്ചിലായിരിക്കും. സോ 0.5% NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കമ്പാരിസൺ വിത്ത് ദ RBC ഇറ്റ് ഈസ് ഹൈപ്പോട്ടോണിക്, റൈറ്റ്? യെസ്, ഹൈപ്പോട്ടോണിക് ആണ്. സോ വാട്ട് ഹാപ്പൻസ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് അവിടെ പ്ലാസ്മോളൈസിസ് നടക്കും. ദാറ്റ് മീൻസ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നിട്ട് ഹയർ കോൺസെൻട്രേഷനകത്തേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ എന്തുണ്ടായിരിക്കും? ഫ്ലോ ഉണ്ടായിരിക്കും. സോ ആസ് എ റിസൾട്ട് 0.5% NaCl സൊല്യൂഷനിൽ നിന്ന് എന്താകും? സോൾവെൻറ്റ് മോളിക്യൂൾസ് എങ്ങോട്ടേക്ക് കയറും? RBCക്കകത്തേക്ക് കയറും. ആൻഡ് ആസ് എ റിസൾട്ട് RBC എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ആൻഡ് ഇൻ ദ സെക്കൻഡ് കേസ് 1% അല്ലേ NaCl സൊല്യൂഷൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? ഇൻ കമ്പാരിസൺ വിത്ത് ദി 0.9% കോൺസെൻട്രേഷൻ ഉള്ള RBC വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1% എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ഹൈപ്പർടോണിക് ഇൻ നേച്ചർ. സോ വാട്ട് ഹാപ്പൻസ്? ലോവർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള 0.9%, ദാറ്റ് മീൻസ് RBCക്ക് അകത്ത് നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾസ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? 1% ഉള്ള ഹയർ കോൺസെൻട്രേഷൻ ഉള്ള NaCl സൊല്യൂഷനകത്തേക്ക് പാസ് ചെയ്യും, ഫ്ലോ ചെയ്യും. സോ ആസ് എ റിസൾട്ട് എന്ത് പറ്റും? RBC എന്ന് പറയുന്നത് ഷ്രിങ്ക് ചെയ്യും. ഇവിടെ RBC സ്വെല്ല് ചെയ്യും. ദ സെക്കൻഡ് കേസ് RBC ഷ്രിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. Sea water freezes at a lower temperature than distilled water, but boils at high temperature. Give reason. Okay, നമുക്കിവിടെ സീ വാട്ടർ ഉണ്ട്, യെസ്, ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. രണ്ടും വാട്ടർ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സീ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിസോൾഡ് സോൾട്സ് ഉണ്ടായിരിക്കും അല്ലെ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോൾട്സ് ഡിസോൾഡ് ആയിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെട്ട സൊല്യൂഷനാണ് സീ വാട്ടർ എന്ന് പറയുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്യുവർ വാട്ടർ, റൈറ്റ്? സോ ഇതാണ് സീ വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സോൾവെൻറ്റിനകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? യെസ്, അതിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ എന്ത് പറ്റും? യെസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. വേപ്പർ പ്രഷർ കുറഞ്ഞു. സോ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുന്ന ടൈമിൽ മാത്രമേ ആ ലിക്വിഡ് ബോയിൽ ചെയ്യുള്ളൂ. അങ്ങനെ ബോയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. ആസ് എ റിസൾട്ട് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ്. ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ നമുക്ക് സാധിച്ചു. നമ്മൾ പറഞ്ഞു വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തു അല്ലേ? ഇല്ലേ? സോ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും സെയിം വേപ്പർ പ്രഷറിൽ നിൽക്കുന്ന ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി വേപ്പർ പ്രഷർ കുറഞ്ഞു, അപ്പോൾ എന്ത് പറ്റും? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നതും കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഫ്രീസിംഗ് പോയിന്റിനകത്ത് ഡിപ്രഷൻ കാണാൻ സാധിക്കും ഇൻ കമ്പാരിസൺ വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, സോ അതുകൊണ്ടാണ് സീ വാട്ടർ ഹൈ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നു, ലോ ടെമ്പറേച്ചറിനകത്ത് ഫ്രീസ് ചെയ്യാനുമുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.
Yes. Explain Henry's law with the two applications. Henry's lawയും Henry's lawയുടെ രണ്ട് ആപ്ലിക്കേഷൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. What is Henry's law? Henry's law എന്തായിരുന്നു? Henry's law എന്ന് പറയുന്നത് the mole fraction of the gas in the solution that is directly proportional to the partial pressure of the gas over the solution. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Yes. P is directly proportional to the partial pressure of the gas over the solution, which is directly proportional to the mole fraction of gas in the solution. That is, P is directly proportional to chi. Then, proportionality sign മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? Yes. Constant കൊണ്ട് multiply ചെയ്യും. And that constant here is KH. എന്തായിരുന്നു KH എന്ന് പറയുന്നത്? Henry's constant. KH ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ what happens? Solubility എന്ത് കിട്ടും? Solubility ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കേഷിൻ്റെ വാല്യൂ കൂടിയൊരു ഗ്യാസ് ആണ് ഹീലിയം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാം. ദെൻ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലേ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? യെസ്, ഹൈ പ്രഷർ കണ്ടീഷനകത്ത് സീൽ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. സോ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് കൂടി പറയാട്ടോ നമുക്ക്. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡീപ് സീ ഡൈവേഴ്സ് അല്ലേ. ഡീപ് സീ ഡൈവേഴ്സ് എന്താണ് കൂടെ കൊണ്ടുപോകുന്നത്? ശ്വസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ ഡയല്യൂട്ടഡ് വിത്ത് നൈട്രജൻ ആയിരുന്നു സാധാരണയായിട്ട്, O2N2 മിക്സ്ചർ ആയിരുന്നു സാധാരണയായിട്ട് കൊണ്ടുപോകാറുള്ളത്. ബട്ട് വാട്ട് ഹാപ്പൻസ്? ആസ് പ്രഷർ ഇൻക്രീസസ്, താഴത്തോട്ട് പോകുന്തോറും എന്ത് പറ്റുന്നു? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നൈട്രജന്റെ സോല്യൂബിലിറ്റി കൂടുന്നു. അപ്പോൾ എന്ത് പറ്റും? നൈട്രജൻ നല്ലതുപോലെ ബ്ലഡിനകത്തൊക്കെ ഡിസോൾവ് ആകും. തിരിച്ചു വരുന്ന സമയത്ത്, സർഫസിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് അതിന്റെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്? സോലുബിലിറ്റി കുറയുന്നു. ബബിൾസ് പോലെ നൈട്രജൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു, ബബിൾ ചെയ്ത് വരുന്നു. സോ ആ ഒരു മെഡിക്കൽ കണ്ടീഷനെയായിരുന്നു നമ്മൾ എന്ത് വിളിച്ചത്? ബെൻസ് എന്ന് വിളിച്ചത്. സോ ബെൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി യൂസ് എയർ ദാറ്റ് ഇസ് ഡയല്യൂട്ടഡ് വിത്ത് ഹീലിയം. ഓക്കെ, ഹീലിയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഹീലിയത്തിന് KH വാല്യൂ എന്ന് പറയുന്നത്, ഹെൻറീസ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ എന്ത് ചെയ്യുന്നു? സോലുബിലിറ്റി എന്ന് പറയുന്നത് നൈട്രജനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു അവോയ്ഡ് ബെൻസ് എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ബെൻസ്. അപ്പോൾ അതിൻ്റെ എയർ ടാങ്ക് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡയല്യൂട്ടഡ് വിത്ത് ഹീലിയം. എയർ ടാങ്ക് ഇസ് diluted with the helium instead of nitrogen for the deep sea divers. Okay, ഡൈവേഴ്സിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്, സ്ക്യൂബ ഡൈവേഴ്സിന്റെ ഒക്കെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ഹെൻറീസ് ലോയുടെ കോമൺ ആയിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. The value of Van Hoff factor I for the aqueous KCl solution is close to 2, while the value of Van Hoff factor I for ethanoic acid in benzene, which is nearly 0.5. Give reason. Okay, Van Hoff factor I KCl കേസിനകത്ത് എന്താണ്? Which is found to be close to 2. And in the case of ethanoic acid in benzene, ethanoic acid in benzene നകത്ത് എന്ത് വരുന്നു? It is found to be near 0.5. Okay, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീസൺ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാൻ ഹോഫ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. വാൻ ഹോഫ് ഫാക്ടർ I which is equal to
Number of particles. Number of particles. Number of particles after dissociation or association divided by number of particles before association or dissociation. Okay, so let's take the first one, that is KCL. Consider ചെയ്യുക KCL. KCL എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു KCL സൊല്യൂഷനകത്താകുന്ന സമയത്ത് K++Cl- ന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇനിഷ്യലി അത് എന്തായിരുന്നു? ഒരു പാർട്ടിക്കിളേ ആയിട്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ഡിസോസിയേഷൻ 2 പാർട്ടിക്കിൾസ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആൻഡ് number of particles before association, that is only 1 is there, right? So 1. So I is found to be near 2 in the case of KCl. Then the second one consider ചെയ്യാം. ethanoic acid in benzene. ethanoic acid or acetic acid എന്ന് പറയുന്നത് അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? 2 ethanoic acid molecules ഒരുമിച്ച് ചേർന്ന് ഡൈമറൈസ് ചെയ്യുന്നു ബൈ ഫോമിങ് വാട്ട്? ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് ഡൈമറൈസ് ചെയ്ത് രണ്ടും ചേർന്ന് ഒരൊറ്റ മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. യെസ്, ലെറ്റ് മീ ഷോ. Dimerization process നടക്കുന്നു by forming hydrogen bond. Here we can see formation of hydrogen bond. അപ്പോൾ എന്ത് പറ്റുന്നു? ഒരു ഡൈമർ ആയിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ മോളിക്യൂൾ. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ബിഫോർ അസോസിയേഷൻ എത്രയാ? 2 പാർട്ടിക്കിൾസ് അല്ലേ, 2 മോളിക്യൂൾസ് ഉണ്ടല്ലേ. സോ 2. സോ ദ I in the case of ethanoic acid is found to be 0.5. ഓക്കെ, സോ ഈ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഈ റീസൺ കൊണ്ടാണ് എന്ത് വന്നത്? വാൻ ഹൂഫ് ഫാക്ടർ ഐനകത്ത് ഒന്നിന് 2ഉം മറ്റൊന്നിന് 0.5 വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. യെസ്, ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 18 gram of glucose. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് C6H12O6 and it is dissolved in 1 kilogram of water in a saucepan. Saucepan അത് ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. At what temperature will the water boil at 1.013 bar? Kb for the water is 0.52 K kilogram mole. Okay, Kelvin kilogram mole. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട് നമുക്ക്. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, ഫ്രം ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇൻ കെൽവിൻ ദാറ്റ് ഈസ് 373.15 കെൽവിൻ ആണ്. ഓക്കെ, 373.15 കെൽവിൻ ആണ്. ആ സമയത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്താ? 1.013 ബാർ ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 1.013 ബാർ ആയിരിക്കും. അപ്പോഴുള്ള വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ എന്നും
പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാക്കാം. ഇനി അതിനകത്തേക്കാണ് ഈ 373.15 കെൽവിനകത്ത് ബോയിൽ ചെയ്യുന്ന വാട്ടറിനകത്തേക്കാണ് എന്ത് ആഡ് ചെയ്തത്? യെസ്, 18 ഗ്രാം ഗ്ലൂക്കോസ് ആഡ് ചെയ്തത്. സോ ഗ്ലൂക്കോസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? വേപ്പർ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാകും. സോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൽറ്റ ടി ബി ആണ്. ഡെൽറ്റ ടി ബി കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഡെൽറ്റ ടി ബി ഇനിഷ്യലി ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ, സാധാരണ ബോയിലിംഗ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും ഡെൽറ്റ ടി ബി വാല്യൂവിന് കൂടുതലായിരിക്കും എന്ത് ബോയിൽ ചെയ്യുക? ഇനി ഉണ്ടാകുന്ന ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യുക. ഇത് ഇനിഷ്യൽ ടെമ്പറേച്ചർ ആയിരുന്നു, വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആയിരുന്നു. ഡെൽറ്റ ടി ബി ഇൻക്രീസ് ആണ്, ബോയിലിംഗ് പോയിന്റിലുണ്ടായ ഇൻക്രീസ് ആണ്. സോ ഇത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ, അതായത് ഇപ്പോൾ ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ ടി ബി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു 1000 ഇൻറ്റു W2 divided by M2 into W1. വാല്യൂസ് എല്ലാം തന്നെ നമുക്കുണ്ട്. ആൻഡ് കെ ബി എന്ന് പറയുന്നത് എത്രയാണ്? തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.52. ഓക്കെ, ഇൻറ്റു 1000. W2 എത്രയാണ്? W2 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട്, ദാറ്റ് ഇസ് 18 ഗ്രാം. ഗ്രാമിലേക്ക് ആക്കണോട്ടോ എല്ലാം. 18 ഗ്രാം തന്നിട്ടുണ്ട്. ആൻഡ് M2 എന്ന് പറയുന്നത് എന്തായിരുന്നു? M2 എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് C6H12O6. എത്രയാണ് ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ്? അറിയാലോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. 12 into 2 plus 12 into 1 plus 16 into 6. Finally, we will get 180. So 180 is the molecular mass of glucose. So 180 into W1. കിലോഗ്രാം തന്നിരിക്കുന്നത്. 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം അല്ലേ? സോ W1 എന്ന് പറയുന്നത് 1000. 1 കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. കിലോഗ്രാമിൽ തന്നാൽ നമ്മൾ അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. സോ ചെയ്യാലോ. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ബി ഇസ് ഫൗണ്ട് ടു ബി 0.052. ഓക്കെ, 0.052 എന്ന് ഡെൽറ്റ ടി ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ആൻഡ് ഡെൽറ്റ ടി ബി കിട്ടി. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. സോ ബോയിലിംഗ് പോയിന്റ് കിട്ടണമെങ്കിൽ, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് കിട്ടണമെങ്കിൽ അത് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റിനോട് ആ ടെമ്പറേച്ചർ എത്ര ഇൻക്രീസ് ചെയ്തു, ഡെൽറ്റ ടി ബി വാല്യൂ കൂടി ആഡ് ചെയ്യണം. സോ ആഡിങ് ഡെൽറ്റ ടി ബി, ദാറ്റ് ഈസ് 373.15 plus 0.052. So it will result in 373.202 Kelvin. So ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്ന ഏത് ടെമ്പറേച്ചറിനകത്തായിരിക്കും? 373. യെസ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 373.202 കെൽവിൻ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് വാല്യൂസ് ഒക്കെ വായിച്ചു നോക്കുക, ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്ന് നോക്കുക. സോ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതും, ഏത് ഇക്വേഷനാണെന്നുള്ള കാര്യത്തെ പറ്റി ഒരു അറിവ് കിട്ടും. സോ ബേസ്ഡ് ഓൺ ദിസ് തെറ്റാതെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pressure that just stopped the flow of solvent to the solution is called. Okay, സോൾവെന്റിനുള്ളിൽ നിന്ന് സൊല്യൂഷനകത്തേക്കുള്ള സോൾവെന്റിന്റെ ഫ്ലോയിനെ തടയാൻ കൊടുക്കുന്ന പ്രഷർ ഏതായിരുന്നു? പ്രഷർ, യെസ്, ഓസ്മോട്ടിക് പ്രഷർ.
which is represented by pi. Okay, pi is equal to CRT, or we can written as pi is equal to N by VRT, or pi v is equal to W2 M2. Okay, ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ ആണ് സോൾവെന്റിന്റെ സൈഡിൽ നിന്നും സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്, ഫ്ലോ, ഇതിൽ കൂടി ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സൊല്യൂഷന്റെ സൈഡിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം നമുക്ക്, ഫ്ലോ ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. ആ പ്രോസസ്സിനെ വിളിച്ചതായിരുന്നു ഓസ്മോസിസ്. ആ ഓസ്മോസിസിനെ തടയാൻ വേണ്ടി സൊല്യൂഷന്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന പ്രഷർ, അതിനെയായിരുന്നു നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞത്. അതിന്റെ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ എഴുതിയത്. ഇതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആവും, പാർഷ്യൽ പ്രഷർ ആണോ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ആണോ, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രഷേഴ്സിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. Aquatic species are more comfortable in cold water rather than in warm water. Give reason. Okay, aquatic animals നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അക്വാട്ടിക് ആനിമൽസ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഓക്കെ, അവരെങ്ങനെയാണ് ശ്വസിക്കുന്നത്? അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? യെസ്, ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ അല്ലേ? വാട്ടറിനകത്തൊക്കെ ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ടാണ് അക്വാട്ടിക് ഓർഗാനിസംസ് ജീവിക്കുന്നത്. We know that ഗ്യാസ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ആകുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിൻ്റെ കാര്യമാണ് നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞത്. ഓക്കെ, നമുക്കറിയാം ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്യൂർലി എക്സോതെർമിക് പ്രോസസ്, റൈറ്റ്? ഇറ്റ് ഈസ് എക്സോതെർമിക്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് solubility decreases as temperature increases. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലുബിലിറ്റി കുറയുന്നു. അപ്പോൾ വാം വാട്ടർ ആകുമ്പോൾ എന്ത് പറ്റും? ഗ്യാസിന്റെ സോലുബിലിറ്റി കുറയും, ഗ്യാസ് എസ്കേപ്പ് ആയി പോകും. സോ അക്വാട്ടിക് ആനിമൽസിന് ആവശ്യത്തിനുള്ള കൺസ്യൂം ചെയ്യാനുള്ള ഓക്സിജൻ ഉണ്ടാകുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് കോൾഡ് വാട്ടറിനകത്ത് അക്വാട്ടിക് ഓർഗാനിസംസ് ആനിമൽസിനൊക്കെ നല്ലതുപോലെ സർവൈവ് ചെയ്യാനും വാം വാട്ടറിനകത്ത് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നതിനും ഉള്ള റീസൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. യെസ്, ന്യൂമറിക്കലാണ്, നമുക്ക് ചെയ്ത് നോക്കാം. 1 gram of non-volatile solute dissolved in 50 gram of benzene lowered the freezing point of benzene by 0.40 Kelvin. The freezing point depression constant of benzene is 5.12 Kelvin per kilogram per mole. And find the molar mass of solute. Solute in the molar mass ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫ്രീസിംഗ് പോയിന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ? സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഇവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോളാർ മാസ് ആണ്. മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. ഇക്വേഷൻ അറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ് വിച്ച് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 into 1000 divided by M2 into W1. Okay, from this equation M2 is equal to Kf into W2 into 1000 divided by delta Tf into W1. Okay, നമുക്ക് ഓരോ വാല്യൂസ് നോക്കാം. കെഎഫിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? യെസ്, കെഎഫ് തന്നിട്ടുണ്ട്. കെഎഫ് ഇസ് ഈക്വൽ ടു 5.12. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് W2, വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ വെയിറ്റ് തന്നിട്ടുണ്ടോ നോക്കി. യെസ്, 1 gram.
W1 weight of solvent തന്നിട്ടുണ്ടല്ലോ 50 gram. 50 gram തന്നിട്ടുണ്ട്. And yes, delta TF തന്നിട്ടുണ്ടല്ലോ. Yes, 0.40 Kelvin. Delta TF is equal to 0.40 Kelvin. അതായത് അത്രയും ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? യെസ്, ഡെൽറ്റ ടി എഫ് ആണത്. ഫ്രീസിംഗ് പോയിന്റിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസമല്ലേ ഇത്? യെസ്. ആൻഡ് ദെൻ എല്ലാ വാല്യൂസും ആയല്ലോ. ജസ്റ്റ് വാല്യൂസ് ഒന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് KF is equal to 5.12 into W2, that is 1 into 1000 divided by TF. Delta TF എത്രയായിരുന്നു? 0.40 into W1, that is 50. Okay, equations എല്ലാം നമ്മൾ ഇട്ടു. Then final answer നമുക്ക് കിട്ടും 256 gram per mole. മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? യെസ്, മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് found to be 256 gram per mole എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തെറ്റാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈസിയാണ്, ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും തന്നെ. നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് ഉണ്ട്, ജസ്റ്റ് ഇക്വേഷൻസിനകത്തേക്ക് അപ്ലൈ ചെയ്താൽ, ഇട്ട് കൊടുത്താൽ മാത്രം മതി വാല്യൂ. ഓക്കെ, അപ്പോൾ തെറ്റ് വരാതെ ശ്രദ്ധിക്കുക. ഓക്കെ, നെയിം എ കെമിക്കൽ യൂസ്ഫുൾ ഫോർ റിമൂവിങ് സ്നോ ഫ്രം റോഡ്. ഓൾസോ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതായത് മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൊക്കെ, റോഡുകളിലൊക്കെ എന്തായിരിക്കും? മഞ്ഞായിരിക്കും അല്ലേ? സോ അതിൽ കൂടെ മൂവ് ചെയ്യാനൊക്കെ, ട്രാൻസ്പോർട്ടേഷനൊക്കെ ബുദ്ധിമുട്ട് വരും. സോ അറ്റ് എ ടൈം എന്ത് ചെയ്യും? സ്നോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽസ് അവിടെ ഇട്ട് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നോർമലി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് NaCl, CaCl2 പോലെയുള്ളവയാണ്. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഇട്ട് കൊടുക്കുക. സോൾട്ട് ഇടുന്നെന്ന് പറയും. ഓക്കെ, സോ NaCl ഉം CaCl2 ഒക്കെയാണ് സാധാരണ, കാൽസ്യം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡും ഒക്കെയാണ് ഇട്ട് കൊടുക്കുക. സോ വാട്ട് ഹാപ്പൻസ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഫ്രീസിംഗ് പോയിന്റിനകത്ത് ഡിപ്രഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് വാട്ടർ ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറയും. അപ്പോൾ എന്ത് പറ്റും? 0 ഡിഗ്രി സെൽഷ്യസിനകത്ത് ആയിരിക്കത്തില്ല ഐസ് ഫ്രീസ് ആവുക. ടെമ്പറേച്ചർ ഇനിയും കുറഞ്ഞാൽ മാത്രമേ ഐസ് ആകത്തുള്ളൂ. ഓക്കെ, വാട്ടർ ഐസ് ആകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പിന്നെയും താഴത്തേക്ക് പോകും. സോ ആസ് എ റിസൾട്ട് സ്നോ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. അതിനുള്ള റീസൺ മനസ്സിലായല്ലോ? ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. യെസ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് വാൻ ഹോഫ് ഫാക്ടർ ഫോർ ദീസ് ത്രീ. ഓക്കെ, 3 എണ്ണം തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വാൻ ഹോഫ് ഫാക്ടർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ ഡിസോസിയേഷൻ ആണ് നടക്കുന്നത്. സോ ഹിയർ K++ Br മൈനസ്. ഓക്കെ, ഐയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ. ഓക്കെ, സോ ഹിയർ ആഫ്റ്റർ ഡിസോസിയേഷൻ 2 ഉണ്ടായിരിക്കും, ബിഫോർ ഇറ്റ് വാസ് 1. സോ 2/1, that is 2. So in the case of KBr it is I value is equal to 2. Same in the case of KCl. What happens? K plus Cl minus. Okay, so I value is also 2/1, that is 2. I is equal to 2. Okay, then the next one, K2SO4. എങ്ങനെയാണ് അയണൈസേഷൻ നോക്കാം. 2K plus SO4 2 minus SO4 2 minus. ഇവിടെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ. ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയുണ്ട്? 2 + 1 3 അല്ലേ? 3 ഡിവൈഡഡ് ബൈ 1. ബിഫോർ 1 അല്ലേ ഉള്ളൂ. സോ 1. So I value എന്ന് പറയുന്നത് it is found to be 3.
So here I is equal to 3. Okay, clear ആയി? ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. Now, moving on to the next. Why common salt is added to the water used for boiling eggs to get hard boiled? Okay, ഇതെല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലേ. സോ എഗ്ഗ് ഹാർഡ് ബോയിൽ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിനകത്ത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ സോൾട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത സമയത്ത് വാട്ട് ഹാപ്പൻസ്? അതിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ആകും. വേപ്പർ പ്രഷർ ഡിക്രീസ് ആകുന്നത് കൊണ്ട് എന്ത് പറ്റും? നമുക്കറിയാം, ആസ് എ റിസൾട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആകും. കാരണം അത്രയും ടെമ്പറേച്ചർ കൂടെ എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുള്ളൂ. അങ്ങനെ ഈക്വൽ ആകുന്ന ഒരു ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്താലേ അത് ബോയിൽ ചെയ്യുള്ളൂ. സോ ബോയിൽ ചെയ്യാൻ എക്സ്ട്രാ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യം വരുന്നു. സോ എന്ത് പറ്റും? ജസ്റ്റ് സോൾട്ട് ആഡ് ചെയ്യുന്നതിലൂടെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ മുട്ട നല്ലതുപോലെ, എഗ് എന്ത് ചെയ്യുന്നു? എഗ് നല്ലതുപോലെ ബോയിലാകുന്നു, ഹാർഡ് ബോയിൽ ആകുന്നു. സോ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ആപ്ലിക്കേഷൻസിൽ നിന്നിട്ടാണ്. അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു പോർഷൻ ഒട്ടും വിടരുത്. കാര്യമായി തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ്, പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. ഈ ചാപ്റ്ററിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാൻ വരുന്ന ഭാഗമാണ് ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പരിചിതമായിരിക്കണം. ഓക്കെ, what are antifreeze solutions? Which substance is commonly used as antifreeze? Okay, അപ്പോൾ ആൻറ്റിഫ്രീസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം അല്ലേ? ഫ്രീസ് ചെയ്യാൻ തടയുന്ന, ഫ്രീസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ തടയുന്നത്. നമുക്കറിയാം, നല്ല തണുത്ത പ്രദേശങ്ങളിലൂടെ, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ നമുക്കറിയാം വാഹനത്തിനകത്ത് എന്തുണ്ട്? വാട്ടർ, റേഡിയേറ്ററിനകത്തൊക്കെ കൂളൻ്റ് ആയിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സോ ഈ വാട്ടർ ഫ്രീസ് ചെയ്തു പോയാൽ എന്ത് സംഭവിക്കും? യെസ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് തന്നെ അത് ബുദ്ധിമുട്ടാവും അല്ലേ. സോ ഇത് ഫ്രീസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റി ഫ്രീസേഴ്സ്. ഓക്കെ, സോ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി ഫ്രീസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എഥിലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, എഥിലീൻ ഗ്ലൈക്കോൾ ആണ് നമ്മൾ ആൻറ്റി ഫ്രീസറായിട്ട് യൂസ് ചെയ്യാറ്. സോ ആൻറ്റി ഫ്രീസറായിട്ട് എഥിലീൻ ഗ്ലൈക്കോൾ യൂസ് ചെയ്ത് എന്ത് പറ്റും? വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് -48 വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് -48 വരെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. Why is it not possible to obtain pure ethanol by fractional distillation? Fractional distillation എന്ന് പറയുന്ന പ്രോസസ്സ് വഴി, ഇറ്റ് ഇസ് എ സെപ്പറേഷൻ പ്രോസസ്, റൈറ്റ്? സോ ആ ഒരു പ്രോസസ്സ് വഴി നമുക്ക് എന്തിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? പ്യൂർ എഥനോളിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്യൂർ എഥനോൾ എന്ന് പറയുന്നത് 95% എഥനോളാണ് ആൻഡ് വാട്ടർ. 95% എഥനോൾ ആൻഡ് വാട്ടർ മിക്സ്ചറിനെയാണ് നമ്മൾ പ്യൂർ എഥനോൾ എന്ന് പറയുന്നത്. സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന സെപ്പറേഷൻ മെത്തേഡ്, അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ബോയിലിംഗ് പോയിന്റിനകത്തുള്ള ഡിഫറൻസസിൻ്റെ ബേസിസിനകത്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? മിക്സ്ചറിനകത്തുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ എഥനോൾ വാട്ടർ മിക്സ്ചറാണ്. സോ ഈ എഥനോൾ വാട്ടർ മിക്സ്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ അസിയോട്രോപ്പ്. or which is known as the constant boiling point mixture or constant boiling mixture. That means ഇത് ബോയിൽ ചെയ്യുന്ന ഈ രണ്ട് ആൾക്കാരും ബോയിൽ ചെയ്യുന്നത്, എഥനോളും വാട്ടറും ബോയിൽ ചെയ്യുന്നത് സെയിം ബോയിലിംഗ് പോയിന്റിനകത്തായിരിക്കും. ഓക്കെ, സോ ഇവർ അസിയോട്രോപ്പ് ആണ്. സെയിം ബോയിലിംഗ് പോയിന്റിനകത്ത് ബോയിൽ ചെയ്യുന്നതിനെ നമുക്ക് ബോയിലിംഗ് പോയിന്റിന്റെ ബേസിസിനകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പ്യൂർ എഥനോൾ, ദാറ്റ് ഈസ് 95% എഥനോളിനെ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Helium oxygen mixture is used in
by deep sea divers in preference to nitrogen oxygen mixture because നമ്മൾ ബെഞ്ച് എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റി നേരത്തെ പറഞ്ഞു അല്ലേ. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് what happens? Yes, as pressure increases, solubility of gases in liquid increases. അപ്പോൾ ഡീപ് സീ ഡൈവേഴ്സിന് എന്ത് പറ്റും? ഓക്സിജൻ നൈട്രജൻ മിക്സ്ചർ ആണ് എയർ ടാങ്കിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നൈട്രജൻ എന്ത് ചെയ്യും? നല്ലതുപോലെ ബ്ലഡിൽ ഡിസോൾവ് ആകും. സർഫസിലേക്ക് വരുന്ന സമയത്ത് ആ നൈട്രജൻ റിലീസ് ചെയ്യും. എങ്ങനെയായിരിക്കും റിലീസ് ചെയ്യപ്പെടുന്നത്? സോലബിലിറ്റി കുറഞ്ഞിട്ട് കുമിളകളായിട്ട് അല്ലേ, ബബിൾസ് ആയിട്ട് വരും. സോ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജോയിന്റ് പെയിനും പാരാലിസിസും എക്സ്ട്രീം കേസസിനകത്തൊക്കെ പാരാലിസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ബെൻസ് എന്ന് പറയുന്നത്. സോ ബെൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ ടാങ്ക് എന്ന് പറയുന്നത്. എയർ ടാങ്ക് അതായത് ഓക്സിജനെ കൂടെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെ? ഹീലിയത്തിന്. കാരണം ഹീലിയത്തിന് കേജ് വാല്യൂ, ദാറ്റ് ഈസ് ഹെൻറീസ് കോൺസ്റ്റന്റ് വാല്യൂ വളരെ വലുതാണ്. സോ ഹെൻറീസ് കോൺസ്റ്റന്റ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോലുബിലിറ്റി കുറയും. സോ ഇൻ കമ്പാരിസൺ വിത്ത് നൈട്രജൻ സോലുബിലിറ്റി ഓഫ് ഹീലിയം ഇസ് ലെസ്. സോ പ്രഷർ കുറഞ്ഞാലും അതെന്ത് ചെയ്യത്തില്ല? സോലുബിൾ ആകത്തില്ല, ബ്ലഡിനകത്ത് സോലുബിൾ ആകത്തില്ല. സോ ബെൻസ് എന്ന് പറയുന്ന ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ, ഒരു കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് കുറയും. സോ അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ ഹീലിയം മിക്സ്ചർ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജൻ നൈട്രജൻ മിക്സ്ചർ. ഓക്കെ. Then last question. A resin swells in size when kept in water. Name and explain the phenomenon involved with the help of a diagram. Give 3 applications. Okay, കുറച്ചൊരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് റേസിൻ വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യുന്നു? സ്വെല്ല് ചെയ്യുന്നു. ആൻഡ് നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോസസ്, അല്ലെങ്കിൽ ആ ഫിനോമിനൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിയർ റേസിൻ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലിട്ടിരിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇനിഷ്യലി റേസിൻ ഇങ്ങനെയായിരുന്നു അല്ലേ ഇരുന്നത്, കുറച്ചുകൂടി ചുരുങ്ങി. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നേ. കുറച്ച് നേരം കഴിയുമ്പോൾ അത് എന്ത് പറ്റും? സ്വെല്ല് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹിയർ ഈ റേസിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ, തോടെന്ന് പറഞ്ഞ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്ത് കുറവാണ്? കോൺസെൻട്രേഷൻ കുറവാണ്. ഇത് സോൾവെന്റ് ആണ് അല്ലേ, വെള്ളത്തിലായിട്ട് വെച്ചിരിക്കുന്നത് സോൾവെന്റ് ആണ്. ഇൻ കമ്പാരിസൺ വിത്ത് ഇൻസൈഡ് ഓഫ് ദ റേസിൻ കോൺസെൻട്രേഷൻ കുറവാണ്. സോ വാട്ട് ഹാപ്പൻസ്? ഇവിടെ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. ദാറ്റ് മീൻസ് ഈ സോൾവെന്റിൽ നിന്ന് സോൾവെന്റ് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് പോകും. കോൺസെൻട്രേഷൻ കൂടിയ, ഹൈ കോൺസെൻട്രേഷൻ കൂടിയ ഇതിനകത്തേക്ക്, അതായത് റേസിനകത്തേക്ക് പാസ് ചെയ്യും ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സോ വാട്ട് ഹാപ്പൻസ്? ആസ് എ റിസൾട്ട് the resin swells. ഓക്കെ, ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നത്. ജസ്റ്റ് നമുക്ക് വരച്ച് വേണമെങ്കിൽ കാണിക്കാം ഓസ്മോസിസിന്റെ. സെമി പെർമിയബിൾ മെംബ്രെയിൻ, solvent here, solution. Okay, the flow of solvent molecules through the semi-permeable membrane towards the solution side. It is known as the process osmosis. ഇനി ഈ ഫ്ലോയിനെ തടയണമെങ്കിൽ സൊല്യൂഷൻ്റെ സൈഡിൽ നിന്നൊരു പ്രഷർ അപ്ലൈ ചെയ്യണമല്ലോ, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ. ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ, ബൈ ദ സിമ്പിൾ പൈ. ഓക്കെ, ദെൻ ഇനി ചോദിച്ചിരിക്കുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇൻട്രാവീനസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മരുന്നുകളൊക്കെ ഡിസോൾവ് ചെയ്യിക്കുന്നത് 0.9% സലൈൻ സൊല്യൂഷനിലാണ്. 0.9% സലൈൻ സൊല്യൂഷനകത്തായിരിക്കും ഡിസോൾവ് ചെയ്യുന്നത്. വൈ? എന്തുകൊണ്ടാണ് 0.9% സലൈൻ സൊല്യൂഷനിലാക്കുന്നത്? കാരണം ഇറ്റ് ഈസ് ഐസോട്ടോണിക് വിത്ത് അവർ ബോഡിലി കണ്ടീഷൻ. നമ്മുടെ ബോഡിക്ക് അകത്തുള്ള സൊല്യൂഷൻസുമായിട്ട് ഐസോട്ടോണിക് ആണ്. സെയിം എന്താണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡും നമ്മുടെ ടിഷ്യൂസും ഒന്നും എന്ത് ചെയ്യത്തില്ല? സ്വെല്ല് ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്യുകയോ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയോ ചെയ്യത്തില്ല.
സോ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0.9% saline സൊല്യൂഷൻ അത് ഡിസോൾവ് ചെയ്ത് ഇൻട്രാവെനസ് ഡ്രഗ്സ് ഒക്കെ കുത്തിവെക്കുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം, അതായത് ഈ റൂട്ട് വലിച്ചെടുക്കുന്ന വാട്ടറൊക്കെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ എത്തുന്നത് എന്ത് വഴിയാണ്? ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. Minerals through osmosis. Okay. Then third application. Okay, third application ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. That is, നമുക്കറിയാം നമ്മൾ ഈ പിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, പിക്കിൾസിനകത്തൊക്കെ നമ്മൾ എന്തിടും? സോൾട്ട് ഇടും അല്ലേ? അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാൻ, ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തിനാണ് നമ്മൾ ഈ സോൾട്ടും ഷുഗറും ഒക്കെ ഇട്ട് വെക്കുന്നത്? എന്തായിരിക്കും അതിനുള്ള റീസൺ എന്ന് പറയുന്നത്? ഓക്കെ, അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയൊക്കെ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആഡ് ചെയ്ത് വെക്കുന്നത്. സോ ഇപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വളരുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നിറയെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? സോൾട്ട് ആഡ് ചെയ്തു. ഓക്കെ, സോൾട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്കറിയാം പുറത്ത് കോൺസെൻട്രേഷൻ കൂടുതലും അകത്ത് എന്താണ്? കോൺസെൻട്രേഷൻ കുറവും ആണ്. സോൾവെന്റ് അകത്തും സോൾട്ട് പുറത്താണ്. സോ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത് പുറത്താണ്. ഹിയർ ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ബാക്ടീരിയ ഓഫ് ഫംജൈ വാട്ട് ഹാപ്പൻസ്? സോൾവെന്റ് അല്ലേ അതിനകത്ത് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് സോൾവെന്റ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി പുറത്തേക്ക് വരും. ദാറ്റ് മീൻസ് അതിൻ്റെ ബോഡി എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്ത് പൊട്ടിപ്പോകും. സോ ഈ വഴിക്ക് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ ഫംജിയുടെയൊക്കെ ഗ്രോത്തിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. സോ ഫുഡ് പ്രിസർവേഷനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സോൾട്ടും ഷുഗറും യൂസ് ചെയ്യുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ടാണ്. സോ ഫുഡ് പ്രിസർവേഷൻ. By adding salt or sugar. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ടുള്ള ഓസ്മോസിസിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കണ്ടു കഴിഞ്ഞു. സോ ചാപ്റ്റർ നന്നായി പഠിക്കുക. ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ലേണിംഗ്. HomeSkul, where you learn best.